ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡൽഹിയിൽ വമ്പൻ നീക്കത്തിനൊരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. രാംലീല മൈതാനിയിൽ റാലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഫെബ്രുവരി 3-നാണ് റാലി. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് മുൻപാണ് കോൺഗ്രസ് റാലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ സഖ്യചർച്ചകൾ മുറുകിയിരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് പുതിയ റാലിയുമായി എത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിന്റെ വക്കിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും കോൺഗ്രസിനില്ല. കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ എല്ലാ സീറ്റും BJP-യാണ് വിജയിക്കുന്നത്. ഇത്തവണ തിരിച്ചു വരാനുള്ള എല്ലാ തയ്യാറെടുപ്പും കോൺഗ്രസ് നടത്തി വരുന്നുണ്ട്. ഡൽഹിയിലെ 7 സീറ്റിലും BJP-യെ പരാജയപ്പെടുത്തുമെന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലി പറഞ്ഞിരുന്നു. ഡൽഹിയിലെ 7 സീറ്റിൽ നിന്നും BJP-യെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ തുടക്കമാണിതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം ഡൽഹിയിൽ സഖ്യമുണ്ടായാൽ 4 സീറ്റുകൾ വേണമെന്നാണ് AAP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കി സീറ്റുകൾ കോൺഗ്രസിന് നൽകുമെന്നാണ് സൂചന. എന്നാൽ നിലവിൽ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ഡൽഹിയിൽ ഒറ്റ സീറ്റ് പോലുമില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം നടത്തിയതിനെ തുടർന്നാണ് AAP കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എല്ലാ സീറ്റിലും മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് അരവിന്ദർ ലൗലി പറഞ്ഞിരിക്കുന്നത്. സഖ്യത്തിൽ മത്സരിക്കുകയെന്നാൽ പങ്കാളിയെ കൂടി വിജയിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളാണ് AAP-യും കോൺഗ്രസും. ഇരു പാർട്ടികളും തമ്മിലുള്ള സീറ്റ് വിഭജന പ്രഖ്യാപനം ഉടനെയുണ്ടാവും. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യം അറിയിക്കും. എന്നാൽ എല്ലാ സീറ്റിലും കോൺഗ്രസ് മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ട്. സഖ്യകക്ഷിയായ പാർട്ടിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ കരുത്ത് കോൺഗ്രസിനും ആവശ്യമാണെന്നാണ് ലൗലി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഡൽഹിയിൽ മാത്രമല്ല, പഞ്ചാബിലും ഹരിയാനയിലും ഗോവയിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം സഖ്യ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ഈ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള ശ്രമത്തിലുമാണ്. ഗോവയിലെ 2 സീറ്റിൽ 1 വേണമെന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പഞ്ചാബിലെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസും AAP-യും ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വാദമുന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. 13 ലോക്സഭാ സീറ്റുകളാണ് പഞ്ചാബിലുള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ആം ആദ്മിയും കോൺഗ്രസും കൈകോർക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ദേശീയ നേതാക്കൾ ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചയും പൂർത്തിയാക്കി. എന്നാൽ സംസ്ഥാനത്ത് ശത്രുപക്ഷത്തുള്ള പാർട്ടിയുമായി സഖ്യത്തിനില്ലെന്ന നിലപാടിലാണ് ഇരു പാർട്ടികളിലെയും പ്രാദേശിക നേതാക്കൾ. സഖ്യം സംസ്ഥാനത്ത് ആം ആദ്മിക്ക് വളമൊരുക്കുന്നതിന് കാരണമാകുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനും സഖ്യത്തിനോട് താല്പര്യമില്ലെന്നാണ് വാർത്തകൾ. എന്നാൽ ഇപ്പോഴത്തെ അതൃപ്തികൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. കോൺഗ്രസും AAP-യും തമ്മിലുള്ള പ്രശ്നങ്ങൾ BJP മുതലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന നിർദ്ദേശവും ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ തർക്കങ്ങൾ BJP ആയുധമാക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശക്തരായ നേതാക്കൾ പോലും BJP-യിലേക്ക് ചേക്കേറുന്നതിന് കാരണമാകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.